नमस्ते। गुरु ब्रह्मा गुरुर्विष्णु गुरुदेवो महेश्वरका गुरु साक्षात् परब्रह्मम् तस्मै श्री गुरवे नमः। ദി ഐടാക് ഹാപ്പിനെസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ അപ്ഡേറ്റ് കോഴിക്കോട് മാങ്കാവ് വേട്ടയ്ക്കൂർ മകൻ ക്ഷേത്രത്തിൽ വച്ചിട്ടാണ്. ഇന്നത്തെ നക്ഷത്രം തിരുവാതിര നക്ഷത്രം. ഈ തിരുവാതിര നക്ഷത്രക്കാരുടെ വിഷുഫലം എങ്ങനെയാണ് എന്ന രീതിയിലാണ് ഗണിച്ചത്. ഇത് ഒരു ഭരണം സ്റ്റേറ്റ്മെന്റാണ്. അശ്വതി തൊട്ട് രേവതി വരെ എന്ന് പറയുന്ന നക്ഷത്രം नमस्ते. गुरु ब्रह्मा गुरुर्विष्णु गुरुदेवो महेश्वरका गुरु साक्षात् परब्रह्मम् तस्मै श्री गुरवे नमः. ദി ഐടാക് ഹാപ്പിനെസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ അപ്ഡേറ്റ് കോഴിക്കോട് മാങ്കാവ് വേട്ടയ്ക്കൂർ മകൻ ക്ഷേത്രത്തിൽ വച്ചിട്ടാണ്. ഇന്നത്തെ നക്ഷത്രം തിരുവാതിര നക്ഷത്രം. ഈ തിരുവാതിര നക്ഷത്രക്കാരുടെ വിഷുഫലം എങ്ങനെയാണ് എന്ന രീതിയിലാണ് ഗണിച്ചത്. ഇത് ഒരു ഭരണം സ്റ്റേറ്റ്മെന്റാണ്. അശ്വതി തൊട്ട് രേവതി വരെ എന്ന് പറയുന്ന നക്ഷത്രം നിങ്ങളെ സ്വാധീനിക്കാറില്ല. അത് ഒരു കോഡ് ഓഫ് തിയറി. ഞാൻ ഇന്ന മാസം ഇന്ന ദിവസത്തിൽ ജനിച്ചു, ഞായർവേല ഞാറ്റുവേല 14.12 ദിവസം സൂര്യൻ സഞ്ചരിക്കുന്നത്, അത് ഞായർവേല. അതുപോലെ തന്നെ ആൾക്കാർ വിചാരിക്കും ഇന്ന നക്ഷത്രത്തിൽ ഞാൻ ജനിച്ചാൽ ഇന്ന ഫലം. വാസ്തവത്തിൽ അത് ഇല്ല. പിന്നെ എന്തിനാ തിരുമേനി ഇങ്ങനെ വിഷുഫലം തിരുവാതിര, വിഷുഫലം ഭരണി, വിഷുഫലം കാർത്തിക? അതൊരു ലോജിക്കാണ്. നിങ്ങളൊരു കൗണ്ടർ ചെയ്യുക. നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞുകരിക്കുന്ന ഗുണദോഷങ്ങളെ ഒരു കൗണ്ടർ ചെയ്യാനുള്ള ഒരു ഫാർമാറ്റാണ്. എല്ലാവർക്കും ഒരു ഫാർമാറ്റ് നക്ഷത്രമാണ്. അല്ലാണ്ട് എൻ്റെ വീട്ടിലൊക്കെ CCTV ക്യാമറ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊന്നും ചെയ്യില്ല. അതുകൊണ്ട് ചില കാര്യങ്ങളുണ്ട്, അത്രയേ ഉള്ളൂ.
അപ്പോൾ ഈ നക്ഷത്രം കൊണ്ട് ചില കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ വയസ്സും ഡേറ്റ് ഓഫ് ബർത്തും അറിയാൻ വേണ്ടി പണ്ടത്തെ ഒരു കലണ്ടർ സിസ്റ്റമാണ്. പിന്നെ എങ്ങനെയാ നിങ്ങൾ അതിൻ്റെ ഗുണദോഷങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ ബീജഗണിതം വെച്ചിട്ടാണ്. ആ ബീജഗണിതം എല്ലാവർക്കും ഒരുപോലെ അല്ല. എൻ്റെ അച്ഛനക്ക് പ്രമേഹം ഉണ്ടെങ്കിലാണ് എനിക്ക് വരിക. തൊട്ടടുത്ത് വിട്ട് ഗോപാൽ നായർക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ എനിക്ക് വരില്ല. ഇതൊരു സിംഗിൾ കോഡാണ്. അതിൽ നമുക്ക് ഒരു പാരമ്പര്യത്തിൻ്റെ സർവൈവലായിരിക്കുന്ന ഗുണദോഷങ്ങളെ മെഷർ ചെയ്യാൻ പറ്റും. അതാണ്. അല്ലാണ്ട് എല്ലാ തിരുവാതിര നക്ഷത്രക്കാർക്കും ഇപ്പം ഞാൻ പറയാണ്, തിരുവാതിര നക്ഷത്രക്കാർക്ക് ഇന്ന് കാർ എടുക്കാനുള്ള ഒരു യോഗമുണ്ട് വിചാരിക്കാം. ചിലപ്പോൾ ആ തിരുവാതിര നക്ഷത്രക്കാരൻ അങ്കമാലി ഡിസ്ട്രിക്റ്റിൽ ഒരു 42,000 തിരുവാതിര നക്ഷത്രക്കാരുണ്ട് വിചാരിക്കാം. ഈ 42,000 ആൾക്കാരിൽ ചിലപ്പോൾ 100 ആൾക്കാരാണ് ഈ ജ്യോതിഷത്തിനെ വിശ്വസിക്കുന്ന ആൾ. 100 തിരുവാതിര നക്ഷത്രക്കാർ. അതിൽ ദിവസം വിശ്വസിക്കുന്നവർ ഒരു 3-4 ആൾക്കാരാണ് യൂട്യൂബിൽ ചർച്ച ചെയ്യുക. അപ്പോൾ ആ ചർച്ച ചെയ്യുന്ന ആൾക്ക് ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിരിക്കും. ഇന്ന് നിങ്ങൾക്ക് വാഹനം എടുക്കാൻ ഉള്ള ഒരു യോഗമുണ്ട്. ചിലപ്പോൾ വാഹനം എടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ സമയത്താണ് എൻ്റെ യൂട്യൂബ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ വിചാരിക്കുക, ഈ തിരുമേനി പറഞ്ഞത് വളരെ കറക്റ്റായി ശരിയായി എന്ന് നിങ്ങൾ ധരിക്കും. ഇപ്പോൾ ആ അനുഭവം നിങ്ങൾ ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞത് ശരി പോലെ തോന്നും. അതേ തിരുവാതിര നക്ഷത്രക്കാർ അങ്കമാലി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കോമാ സ്റ്റേജിൽ കിടക്കാനൊന്നും ഉണ്ടാവും. വയസ്സ് 96. അവനക്ക് എന്ത് ഫലം അവിടെയാണ് കേൾക്കുക. അപ്പോൾ അവനക്ക് ആ ഫലം ഉണ്ടാവില്ല. ചിലപ്പോൾ മരിച്ച് ആംബുലൻസിൽ പോകാനുള്ള യോഗമായിരിക്കും, വാഹനത്തിൽ പോകാനുള്ള യോഗമായിരിക്കും. ഒരു കാര്യം പറയാനുണ്ട്. ഇതാണ് ഒരു വിഷയം. ഇതിനെ ഭരണം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. സഹജമായത് സംഭവിക്കാനുള്ളത്. ഈ സ്റ്റേറ്റ്മെന്റുകൾ വെച്ചിട്ടാണ് ഓരോരുത്തർക്കും ജ്യോത്സ്യന്മാർ പറയുമ്പോൾ അവരെന്താ വിചാരിക്കുക, എനിക്ക് കറക്റ്റ് അനുഭവം. അതുകൊണ്ട് എല്ലാ തിരുവാതിര നക്ഷത്രക്കാർക്കും ഇത് കറക്റ്റ് അനുഭവമായിരിക്കും. അവൻ സ്വയം തെറ്റിദ്ധരിക്കപ്പെടാണ് ചെയ്യുന്നത്. അവൻ പോയി തൊട്ടടുത്ത് വീട്ടുകാരൻ്റെ തിരുവാതിര നക്ഷത്രക്കാരനോട് പോയി ചോദിക്കില്ല, എനിക്ക് തിരുമേനി പറഞ്ഞെങ്കിൽ വാഹനം എടുക്കാനുള്ള യോഗമുണ്ട്, അതുകൊണ്ട് വാഹനം എടുക്കാൻ പോകും. കറക്റ്റായി നിങ്ങൾക്ക് പോകേണ്ട, വേറെ പണിയില്ല, ബാങ്കിൽ ലോൺ അടച്ചതിന് 4 മാസമുണ്ട്, എന്നിട്ടാണ് വാഹനം എടുക്കാമെന്ന് പറയും. ഇതാണ് പരീക്ഷണം, നിരീക്ഷണം. ആ രീതിയിലല്ല അസ്ട്രോളജി ജ്യോത്സ്യന്മാർ കൈകാര്യം ചെയ്യുന്നതും ജനങ്ങൾ പരീക്ഷണം നിരീക്ഷണം ഇല്ലാതെ സ്റ്റഡി ചെയ്യുന്നതും ഈ ഒരു കോംപ്ലിക്കേറ്റഡ് ബോണ്ടാണുള്ളത്. അതുകൊണ്ടാണ് ജ്യോത്സ്യന്മാർ 98% ജനങ്ങളുടെ മുന്നിൽ വിജയിച്ചു പോകുന്നത്. അത് മനസ്സിലാക്കുക എന്ന് മാത്രം. പിന്നെ ഇത് എങ്ങനെയാണ് ഗണിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഒരു 100 തിരുവാതിര നക്ഷത്രക്കാർക്ക് 2 തിരുവാതിര നക്ഷത്രക്കാർക്ക് ഇത് അനുഭവം ഉണ്ടെങ്കിൽ ആ കോഡ് അവൻ ജന്മത്തിൽ ഉള്ളതാണ്. അവൻ മാത്രം ഇത് മനസ്സിലാക്കി പോയാൽ മതി. മറ്റുള്ള തിരുവാതിര നക്ഷത്രക്കാർ അവരവരുടെ സ്വഭാവം അനുസരിച്ചിട്ട് മുന്നോട്ട് പോയാൽ മതി. ഇത് ഇങ്ങനെ തന്നെ നമ്മൾ എല്ലാ വിഷയങ്ങളും പറയണം, ബോധിപ്പിക്കണം. പറയാൻ കാരണം അങ്ങനെ പറയുമ്പോഴാണ് ജനങ്ങളിലേക്ക് യഥാർത്ഥ്യം, അൾട്ടിമേറ്റ് ട്രൂത്ത് എന്താണ് മനസ്സിലാവുക. നമുക്ക് ഇനി ഇതിലേക്ക് കടന്നു പോവാം. പറയാൻ കാരണം എല്ലാവരും സൂചിപ്പിക്കാനാണ് നോക്കുന്നത്. നമുക്ക് സൂചിപ്പിക്കലല്ല വേണ്ടത്, അതിൻ്റെ യഥാർത്ഥം മനസ്സിലാകുമ്പോൾ സുഖം നിങ്ങൾ താനേ ഉണ്ടാക്കിക്കോളും. അതാണ് നമുക്ക് വേണ്ടത്. ഒരാളുടെ കീഴിൽ അയാൾ പറയുന്നത് പോലെ അപ്പടിയേ വിളുങ്ങണ്ട, നെല്ലിസ് വെറുഭ അപ്പടിയേ വിളുങ്ങരുത് എന്ന് മാത്രം. നമുക്ക് ഇനി ചിന്തിച്ച് മുന്നോട്ട് പോവാം. ഇനി നമുക്ക് ചിന്തിക്കാൻ പോകുന്നത് സ്ഫുടഗണിതമാണ്. കേരളത്തിൽ ഒരു 1.5 ലക്ഷം തിരുവാതിര നക്ഷത്രക്കാരുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഒരു 1.5 കോടി തിരുവാതിര നക്ഷത്രക്കാരുണ്ടാവും. ഈ 1.5 കോടിയിൽ 10 ആൾക്ക് ഈ അനുഭവം ഉണ്ടെങ്കിൽ, അവൻ മാറാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അത് ഹൈടെക് ഹാപ്പിനെസ്സിൻ്റെ വിജയമായിരിക്കും എന്ന രീതിയാണ് പോകുന്നത്. എല്ലാവരും സംതൃപ്തി പറ്റാൻ ഒരിക്കലും കഴിയില്ല. ഓരോരുത്തർക്കും ഓരോരോ കാഴ്ചപ്പാടുകളുണ്ട്. പറയാൻ കാരണം നമ്മൾ 4 ആൾക്കാരും അങ്കമാലി ലേഡീസ് ഹോസ്റ്റലിൽ എടുത്തിട്ട് ഒരു മസാല ദോശ കഴിക്കാൻ പോകാം. ഞാനിപ്പോൾ എന്തിനാ ഈ അങ്കമാലി പറയുന്നത് വെച്ചാൽ, ഈ അങ്കമാലിക്കാരാണ് എന്നെ മോട്ടിവേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ ബേസ് ചെയ്തിട്ട് പോവാം. അപ്പോൾ അങ്കമാലിയിൽ നിന്ന് ലേഡീസ് ഹോസ്റ്റലിൽ നിന്ന് തൊട്ടടുത്തൊരു മസാല പീടിയാണ്. ആ മസാല പീടിയയിൽ പോയിട്ട് നമുക്ക് 4 ആൾക്കാർക്കും മസാല ദോശ കഴിക്കാമെന്ന് വിചാരിക്കാം. 4 ആൾക്കാർക്കും 4 ടേസ്റ്റായിരിക്കും. ഒരാൾ പറയുന്നത് കിഴങ്ങ് വെന്തിട്ടില്ല, ഒരാൾ പറയുന്നത് നല്ല ഉപ്പില്ലാണ്, ഒരാൾ പറയുന്നത് എരിവില്ലാണ്, ഞാൻ പറയുന്നത് എനിക്ക് നല്ല ടേസ്റ്റാണ്. ഇതിൽ ഏതാണ് ശരി? ഞാൻ പറയണം, അയാൾ പറയണം. അതാണ് കാഴ്ചപ്പാട്. നമ്മൾ ഓരോ വിഷയത്തെയും നമ്മൾക്കൊരു സബ്ജക്റ്റീവ് മൈൻഡ് ഉണ്ടാവും. ആ സബ്ജക്റ്റീവ് മൈൻഡും പുറത്തുനിന്ന് ഓബ്ജക്റ്റീവ് മൈൻഡും ഈ രണ്ടും കൂടിയിട്ടാണ് നമ്മൾ ചിന്തിക്കുക. ഓബ്ജക്റ്റീവ് മൈൻഡിൽ വരുമ്പോൾ അവിടെ ശരികളും ഉണ്ടാവില്ല, തെറ്റുകളും ഉണ്ടാവില്ല. ആ ഓബ്ജക്റ്റീവ് മൈൻഡ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിൽ
ഒത്തിരി പ്രയാസമുണ്ട്, പരിശ്രമിച്ചാൽ കിട്ടും. നമുക്ക് ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് നമുക്ക് ഒന്ന് ഐശ്വര്യമായിട്ട് മുന്നോട്ട് പോവാം. സ്ഫുടഗണിതം മേടമാസം 1-ാം തീയതി സൂര്യൻ അശ്വതി നക്ഷത്രത്തിൽ കടന്നു പോവുകയും കേതുസ്ഫുടം സൂര്യസ്ഫുടം കൂട്ടിയാൽ വിഷു യോഗസ്ഫുടം കിട്ടും. ഇതിൽ സ്ഫുടം എന്ന് പറയുന്നത് സൂര്യൻ അശ്വതിയിൽ സഞ്ചരിക്കുന്നതോ അശ്വതി സ്ഫുടം അല്ല. ഇത് നിങ്ങൾ പാരമ്പര്യത്തിന് ഓരോരോ കോഡുകൾ ഉണ്ടാവും. ആ കോഡുകളുടെ റിയാക്ഷൻസ് ആണ് ഇതിൽ സ്ഫുടഫലം എന്ന് പറയുന്നത്. അല്ലാതെ സൂര്യനല്ല അവിടെ നിങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. പറയാൻ കാരണം, ഉദാഹരണം, നിങ്ങൾ ഒരു ഡോക്ടർക്ക് പോയാൽ അച്ഛനക്ക് പ്രമേഹമുണ്ടോ, അമ്മയ്ക്ക് പ്രമേഹമുണ്ടോ, അച്ഛനക്ക് ഉണ്ടോ എന്ന് ചോദിക്കും. അല്ലാതെ സൂര്യനക്ക് പ്രമേഹമുണ്ടോ, ചൊവ്വയ്ക്ക് പ്രമേഹമുണ്ടോ ഒരു വൈദ്യരും കാണില്ല. ഈ സ്ഫുടഗണിതം എന്ന് ഉണ്ടാക്കിയത് സഞ്ചിത കർമ്മത്തിന് ബേസ് ആയിട്ടാണ് നമ്മൾ സിദ്ധന്മാർ ഉണ്ടാക്കിയത്. അതുകൊണ്ട് സൂര്യൻ കേതുവിൽ സഞ്ചരിക്കുന്നു, കേതു സൂര്യനിൽ സഞ്ചരിക്കുന്നു, അതുകൊണ്ടാണ് എന്ന രീതിയിലാണ് മറ്റൊരു പറയാ. ഇതുകൊണ്ടാണ് ഇതിൻ്റെ ലോജിക്കും അതിൻ്റെ സയൻസും അതിൻ്റെ ജെനറ്റിക്സും പറയാനുള്ള കാരണം ജനങ്ങൾക്ക് കൃത്യത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ജനങ്ങൾ കൺഫ്യൂഷൻ ആവരുത്. നിങ്ങൾ പൂർവികരുടെ സ്ഫുടഫലം വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഇതിന് കോമൺ ഫാക്ടറായിട്ട് പറയാത്തത്. ഇത് 2 വിഭാഗമായിട്ട് പറയാനുള്ള കാരണം ജനങ്ങൾ തെറ്റിദ്ധരിക്കരുത് എന്ന രീതിയിൽ, ഭയപ്പെട ആശങ്കയില്ല എന്ന രീതിയിലാണ്. അപ്പോൾ നമുക്ക് ഈ സൂര്യൻ എന്ന് പറയുന്ന നക്ഷത്രം, സൂര്യൻ കേതുവിന്റെ നക്ഷത്രം സഞ്ചരിക്കുന്ന സമയത്തുള്ള യോഗസ്ഫുടാണ് തിരുവാതിര. അതുകൊണ്ട് നമുക്ക് സ്ഫുടം കിട്ടിയിരിക്കുന്നത് 8 രാശി 28 ഭാഗ 27 കല, മീൻസ് ധനുരാശിയിൽ യോഗസ്ഫുട നക്ഷത്രം ഉത്രാടം. ഓക്കെ, തിരുവാതിര നക്ഷത്രത്തിന്റെ നിങ്ങൾക്കറിയാലോ കോഡ് രാഹുവ. ചതയം, ചോതി, തിരുവാതിരയുടെ കോഡ് രാഹുവാണ്. ആ രാഹു ഏത് രാശിയിലാണോ സഞ്ചരിക്കുന്നത്, ആ യോഗസ്ഫുടത്തിൽ നിന്ന് രാഹു എവിടെയാണ് സ്റ്റേബിലിറ്റി ഉള്ളത്, ആ സ്റ്റേബിലിറ്റിയിൽ നിന്ന് അതിനെ മെഷർ ചെയ്യണം. ആ മെഷർ ചെയ്യുന്നത് ഒരു 10 തിരുവാതിര നക്ഷത്രക്കാരുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഒരാൾക്കുണ്ടെങ്കിൽ ആ ഒരാൾ സ്വീകരിച്ചാൽ മതി. ആ ഒരാൾ സ്വീകരിച്ചാൽ മതി. മറ്റുള്ളവർക്ക് ഈ അനുഭവം ഉണ്ടെങ്കിൽ തള്ളിക്കളയണം. അതാണ് തള്ളിക്കളയണം, സ്വീകരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ വ്യാഴൻ മാർഗത്തിലാണ് വന്ന് നിൽക്കുന്നത്. ഗുഡ്. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച ചില ആൾക്കാർ അങ്ങനെ പറയാവൂ. ചില ആൾക്കാർക്ക് 7-ൽ വ്യാഴൻ, കർമാധിപതി 7-ലാണ് നിൽക്കുന്നത്. കർമാധിപതി 7-ൽ വന്നാൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് മാർഗം തെളിയും. ചിന്തകളിലൊക്കെ പ്രയാസങ്ങളൊക്കെ പോകും. ഒരു സ്റ്റേബിലിറ്റി ഉണ്ടാവും. നല്ല സാമ്പത്തികവും നല്ല സ്വസ്ഥാന്തരമായ കാര്യങ്ങളൊക്കെ ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് പൂർണ്ണമായും ഭവിക്കും. അവിടെ കേതുവിൻ്റെ യോഗമുണ്ട്. കേസുകൾ, കല്യാണം കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ ഭാര്യ ഭർത്താവ് തമ്മിലുള്ള മിസ് അണ്ടർസ്റ്റാൻഡിങ്, ഇത് ഒക്കെ സോൾവേഷൻ ആവും. ഇതാണ് 7-ൽ വ്യാഴൻ കേതുവോട് കൂടിയിട്ടുള്ള യോഗം. 9-ാം ഭാവാധിപതിയും അഷ്ടമാധിപതിയുമായ ശനിഗ്രഹം മാർഗത്തിൽ വന്നതുകൊണ്ട് ഭാഗ്യങ്ങൾ കൈകൂടും, ഇച്ഛാശക്തി വർദ്ധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ ആ ഒരു ശക്തി നിങ്ങൾക്ക് മെന്റലി ഫിസിക്കലി അനുഭവത്തിലേക്ക് വരും. കഠിന പ്രയത്നത്തിന് നിങ്ങൾക്കുള്ള ഫലം കണ്ടെത്താനും സാധ്യതകൾ ഉണ്ട്. പിന്നെ 3-ൽ ചന്ദ്രൻ, കൂട്ടുകാർ, ഹൈറാരിക് റിലേഷൻഷിപ്പ്, കുടുംബക്കാർ, ഇവരൊന്ന് ഒരു മെച്ചപ്പെട്ട കാലാവസ്ഥ, സ്വഭാവ അവസ്ഥ നിങ്ങൾക്ക് കണ്ടുമുട്ടേണ്ടിയും അതുകൊണ്ട് ഒരുപാട് മാനസിക സുഖങ്ങളും അനുഭവിക്കാൻ സാധ്യതകളുണ്ട്. 4-ാം ഭാവാധിപതിയായിരിക്കുന്ന ബുധൻ ലഗ്നാധിപത്യം വഹിച്ച് 10-ലാണ്. വിദേശപരമായി പോകാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരുകൾ ഈ നക്ഷത്രത്തിൽ ഉണ്ടെങ്കിൽ മനസ്സിൽ ഒരു 10 തിരുവാതിര നക്ഷത്രക്കാരിൽ ഒരു 3 ആൾക്കുണ്ട് ആ വിദേശം പോകണം. അങ്ങനെ ഉള്ളവൻ നല്ല സ്ഥാനത്തിൽ എത്തുകയും ബുധൻ ഏത് രാശിയിലാണ് നിൽക്കുന്നത്, ആ രാശ്യാധിപതിയായ വ്യാഴൻ ലഗ്നത്തിൽ 6, 8, 12 അനിഷ്ട സ്ഥാനത്തിൽ ഗുളിക അഷ്ടവർഗ ഫലം ഇല്ലെങ്കിൽ അത് ഡിസോർഡറായി മാറും. അതുപോലെ തന്നെ ഈ ബുധൻ 10-ൽ വന്നാലും 10-ാം ഭാവാധിപതി കേന്ദ്രസ്ഥാനത്തിൽ വന്നുകൊണ്ട് ലഗ്നത്തിലേക്ക് ദൃഷ്ടി കൊടുക്കുകയാണ്. ഒരു അംശയോഗത്തിന്റെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് വിദേശത്തുള്ളവർക്കും സ്വദേശത്തുള്ളവർക്കും, സ്വദേശം വിദേശം പോകുന്നവർക്കും, വിദേശം വേണ്ട സ്വദേശം വരണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു നല്ല കാലാവസ്ഥ ഈ തിരുവാതിര നക്ഷത്രക്കാർ വിഷുഫലം ഉണ്ടാക്കി കൊടുക്കും. പിന്നെ 6-ാം ഭാവമാണ് ഡിസീസ്. 2 തരം ഡിസീസുകളുണ്ട്. ഡിസീസ് പ്രോഗ്രാമിംഗ് തന്നെയാണ്. ഡിസീസ് പ്രോഗ്രാമിംഗ് തന്നെയാണ്. ജിനോ പ്രോജക്റ്റ് ഉണ്ട്.
നമ്മൾ ശരീരത്തിൽ 46 ക്രോമസോംസുകളുണ്ട്. അത് ടെലിപീരിയൽസ് എന്ന് പറയും. YX 2 ക്രോമസോമത്തിന് അറ്റം ഒരു തൊപ്പി പോലും ഉണ്ടാകും. അത് നോൺ എസൻഷ്യൽ അമിനോ ആസിഡുകളാണ്. മീൻസ് ശരീരം ഉണ്ടാക്കുന്ന അമിനോ അമിലങ്ങളാണ്. അതിലൊരു സിന്തസിസ് ആണ് പ്രോട്ടീൻ. ആ പ്രോട്ടീൻ ഡെഫിഷ്യൻസി വരുമ്പോഴാണ് ഒരു 6ാമത്തെ ക്രോമസോം ഡിസാൻഡറെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ലിവർ ഡിസോർഡർ വരും. ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. പക്ഷേ ക്രോമസോമത്തിന് അറ്റത്തിൻ്റെ കാര്യം റിയാലിറ്റിയാണ്. പറയാൻ കാരണം 6ാമത്തെ ക്രോമസോം ചിലപ്പോൾ ലിവറായി ഉണ്ടാവില്ല, ചിലപ്പോൾ കിഡ്നി ആയിരിക്കും, ചിലപ്പോൾ 8ാമത്തെ ക്രോമസോം ലിവറായിരിക്കും. ആ ഒരു ബയോയുള്ള വ്യത്യാസമാണ്. മറ്റു കാര്യങ്ങളൊക്കെ ട്രൂത്താണ്. അപ്പോൾ അതുകൊണ്ട് 6ാം ഭാവത്തിൽ ഗുളിയുള്ളത് കൊണ്ട് പൈൽസ് സംബന്ധമായ ഡിസീസുകൾ ഉണ്ടാവണം, യൂറിൻ ഇൻഫെക്ഷൻ വരാനും, പിന്നെ ചൊവ്വ നിൽക്കുന്നത് കൊണ്ട് TIBC ടോട്ടൽ അയൺ ബൈൻഡിങ് കപ്പാസിറ്റി. ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് ശരീരത്തിൽ അയൺ കുറവോ ഇല്ലെങ്കിൽ ക്ഷീണമാണെന്നുണ്ടെങ്കിൽ 2 ടെസ്റ്റ് എടുത്തോളൂ. TIBC ടോട്ടൽ അയൺ ബൈൻഡിങ് കപ്പാസിറ്റി, പിന്നെ അയൺ. ഈ 2 ടെസ്റ്റും വാട്ട് ഈസ് ദ അയൺ? അയൺ ഈസ് എ ഓക്സിജൻ ട്രാൻസ്മിറ്റ് കണ്ടന്റ്. നമ്മൾ ശരീരത്തിൽ ഓക്സിജനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അയൺ മോളിക്യൂൾസുകളാണ്. ഇപ്പോൾ നിങ്ങൾ ശരീരത്തിൽ ചൊവ്വ എന്ന് പറയുന്നത് ഇതൊരു കോഡ് ഓഫ് തിയറിയാണ്. മൂലകറങ്ങന ഉണ്ടക്കട്ടയായ ചൊവ്വയല്ല. പക്ഷെ അങ്ങനെ ഉണ്ടക്കട്ട ചൊവ്വ എന്ന് പറഞ്ഞിട്ട് എല്ലാ ബ്രെയിനും ജ്യോത്സ്യന്മാർ ചൊവ്വയാണ്, രാഹുവാണ്, ഇത് ഗ്രഹങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് ഒരു റോങ് ഇൻഫർമേഷൻ കൊടുത്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും ജനങ്ങൾക്ക് കുറച്ചൊരു അസ്വസ്ഥത ഉണ്ടാവും. ജനങ്ങളെ ഇതാണ് സത്യം, ഞാൻ കളവ് പറയാറില്ല. അപ്പോൾ അതുകൊണ്ട് ചൊവ്വയുടെ കോഡ് എന്ന് പറയുന്നത് നിങ്ങൾ ശരീരത്തിലൊക്കെ അയൻ്റെ വേരിയേഷൻസ് ആൻഡ് ഡീവിയേഷൻസ് ആണ്. അവിടെ ചൊവ്വ വൃശ്ചികത്തിൽ വന്നതുകൊണ്ട് അയൺ സംബന്ധമായ ഡിസീസുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് അങ്ങനെ നാവിൽ വരച്ച വരാം, ഡ്രൈ സ്കിന്ന് വരാം, മെൻ്റലി ഡിസോർഡറാണ് വരാം. പിന്നെ ഡോക്ടർമാർ പറയും ഇരുമ്പയുടെ ശക്തി കുറവ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ തൊട്ടടുത്ത ലേബിൾ പോയി TIBC ടോട്ടൽ അയൺ ബൈൻഡിങ് കപ്പാസിറ്റി ടെസ്റ്റും അയൺ ടെസ്റ്റും എടുക്കാം. അതിൽ ഡെഫിഷ്യൻസി ഹൈപ്പോ കുറവാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ന്യൂട്രീഷൻ ഡോക്ടറെ കണ്ടിട്ട് അതിനുള്ള പ്രോട്ടീൻസ് പൗഡറുകളൊക്കെ കാണാം. ഒന്നും വേണ്ട, TIBC കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെൻ്റലി ഡിസോർഡർ ആവും. നിങ്ങൾക്ക് ജീവിതം ചുറ്റുമുത്ത് എത്ര നല്ല കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ തൃപ്തിയല്ല സ്വയം ഒരു ആട്രിബ്യൂഷൻ ഉണ്ടാവും. ശരീരത്തിൽ ഒരു TIBC കുറഞ്ഞാൽ മതി, നിങ്ങൾ ജീവിതം അട്ടിമറയും. നിസാര വിഷയമല്ല. എല്ലാത്തിനും കെയർ ചെയ്യുക, മുന്നോട്ട് പോവുക. പിന്നെ 9ാം ഭാവാധിപതി 9ലാണ് ശുക്രൻ. ഭാഗ്യസ്ഥാനത്തിൽ ശുക്രനാണ്. ദുരിതാധിപതിയും പഞ്ചമാധിപതിയും. വിദ്യാർത്ഥികൾക്ക് ശ്രേഷ്ഠമായ കാലഘട്ടങ്ങളായിരിക്കും. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും തിരുവാതിര നക്ഷത്രക്കാർക്ക് വിചാരിക്കുന്നത് അവരവരുടെ പാരമ്പര്യ സ്റ്റേറ്റ്മെൻറ്റുകളാണ് 95% ബാധിക്കുക. ഞാൻ പറയുന്ന കോഡ് ഒരു പേരലായ ഒരു കോഡാണ്. എല്ലാ തിരുവാതിര നക്ഷത്രം പഠിക്കാത്തവൻ ചിലപ്പോൾ 1ാം ക്ലാസ് ഫെയിലായി അച്ഛൻ്റെ കൂടെ ചായപ്പള്ളി വെക്കണം ഞാൻ പറയും. നിങ്ങൾ PG എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവൻ തിരുമണി എന്ത് കോമഡിയാണ് വിളിച്ച് പറയുന്നത് തോന്നും. അതുകൊണ്ടാണ് അതിന് ഔട്ട് ഓഫ് സിലബസ് പറയുന്നത്. ഞാൻ പറയുന്ന അനുഭവങ്ങൾ തിരുവാതിര നക്ഷത്രക്കാർക്കുണ്ടെങ്കിൽ അവർ മാത്രം സ്വീകരിച്ചാൽ മതി. 10ാം ഭാവത്തിൽ ബുധൻ. തൊഴിൽ സ്ഥാപനവുമായി ബന്ധപ്പെട്ട പുതിയ തൊഴിലുകൾ നിങ്ങൾക്ക് ചെയ്യാം, മുന്നോട്ട് കാര്യങ്ങളൊക്കെ പോവാം. ഈ നക്ഷത്രത്തിൽ സന്താനം ഇല്ലാത്തവരാണെങ്കിൽ ശുക്രനാണ്. നല്ല ഡോക്ടർമാരെ കാണിച്ച് വിദഗ്ധ ചികിത്സ എടുക്കാം. 5ാം ഭാവത്തിൽ സൂര്യന്റെ ദൃഷ്ടി ഉള്ളത് കൊണ്ട് സന്താന ഗോപാല ഹോമം ചെയ്താൽ നല്ലതാണ്. അപ്പോൾ ഒരാൾ ചോദിക്കും, തിരുമേനി സന്താന ഗോപാല ഹോമത്തിനും സന്താനമായിട്ട് എന്താണ് ബന്ധമുള്ളത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ശരീരത്തിൽ ഏത് പ്രോട്ടീൻസ് എടുത്താലും അതിൻ്റെ തലപ്പത്തിലുള്ള സബ്സ്റ്റൻസ് അമിനോ ആസിഡുകളാണ്. അമിനോ ആസിഡുകളുടെ മൂലധനം എന്ന് പറയുന്നത് ഹൈഡ്രജൻ, നൈട്രജൻ, കാർബൺ, ഇൻഫ്രാറെഡ് ആണ്. മീൻസ് ഓർഗാനിക് മോളിക്യൂൾസുകളാണ്, ഇൻഓർഗാനിക് മോളിക്യൂൾസുകളാണ്. നമ്മൾ ഫയർ കെമിസ്ട്രിയിൽ കിട്ടുന്നത് ഇൻഓർഗാനിക് മോളിക്യൂൾസ് ആണ്. അതുകൊണ്ട് അവർ ഓക്സിഡേഷൻ അവർ ശ്വസിക്കുമ്പോൾ നമ്മൾ ബോഡിയിൽ നിൽക്കുന്ന ബ്ലഡ് എന്ന് പറയുന്നത് ആൽക്കനേറ്റിയാണ്. 7.1 ആൽക്കനേറ്റിയാണ് വരിക. ആൽക്കനേറ്റിലുള്ള ബേസ് ബ്ലഡ് ബേസ് ആണ്. ബേസിലൊക്കെ പ്രോട്ടോൺ ഡൊണേറ്റഡും ഇലക്ട്രോൺ അക്സെപ്റ്റഡുമാണ്. അപ്പോൾ അർച്ചുനിയസ് കോൺസെപ്റ്റ് എന്ന് പറയും. അതുകൊണ്ട് ഹോമത്തിൽ ഉണ്ടാകുന്ന ആ മൂലകങ്ങൾ നമ്മൾ ബ്ലഡ് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശം. ഇപ്പോൾ നമ്മൾക്ക് അതിന് പ്ലാസിബോ എഫക്റ്റ് എന്ന് പറയാൻ കാരണം മിറർ ന്യൂറോൺസ്. ഇപ്പോൾ മോഹൻലാലിന്റെ സിനിമ കാണുമ്പോൾ മോഹൻലാൽ ഡുയറ്റ് പാടുമ്പോൾ നമുക്ക് പിറ്റ്യൂട്ടറി ഹാർമോൺ റിലീസ് ചെയ്യും. മോഹൻലാൽ ഒരാൾ കുത്തുമ്പോൾ നമ്മൾ കോർട്ടിസോൾ ഇൻക്രീസ് ചെയ്യും. ഏത് കാൺസെപ്റ്റ് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഹോമകുണ്ടത്തിൽ ഇരിക്കുന്നോ ആ ജീൻ അവിടെ ട്യൂണഡ് ആവും. ആ ട്യൂൺ ആകുമ്പോൾ അതനുസരിച്ചിട്ട് ഹാർമോൺ DNA RNA കൈമാറും. പക്ഷേ കളക്ടിങ് RNA പറയാൻ മെസ്സഞ്ചർ RNA ആ മെസ്സഞ്ചർ കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഹൈപ്പോ ആവും.
അപ്പോൾ അതിലുള്ള മെസ്സഞ്ചേഴ്സ് വേണ്ടിയ മൂലകങ്ങളാണ് ഫയർ കെമിസ്ട്രി നിന്ന് പുറത്ത് വരുന്നത്. അത് കൺവേർട്ട് ചെയ്ത് ആ പ്രോട്ടീനെ അത് സപ്പോർട്ട് ചെയ്യും. വേണമെങ്കിൽ ഞാൻ പറയുന്നത് ശരിയാണ് തെറ്റാണ് നിങ്ങൾ അറിയുന്നെങ്കിൽ ഏതെങ്കിലും ഡിസീസ് ഒന്നും വേണ്ട, ഒരു അയൺ കുറഞ്ഞ ആൾക്കാർ ബിഫോർ ഒരു ബ്ലഡ് ടെസ്റ്റ് എടുക്കുക. ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഉണങ്ങിയ നെല്ലിക്കായ കുറച്ച് പ്ലാവ് നെയ്യ് വെച്ചിട്ട് സ്മോക്ക് ചെയ്യുക ഒരു അരമണിക്കൂർ. അപ്പോൾ സ്മോക്ക് ബിഫോർ നിങ്ങൾ ബ്ലഡിൽ TABCയും സ്മോക്ക് ആഫ്റ്റർ 1 മണിക്കൂർ ശേഷം TABC നോക്കിക്കഴിഞ്ഞാൽ നാം പറയുന്നത് ശരിയാണോ തെറ്റാണോ സ്വയം നിങ്ങൾക്ക് വിലയിരുത്താൻ പറ്റും. ഇതാണ് ഒരു മെത്തേഡ് ഓഫ് തിയറി. അതുകൊണ്ട് തിരുവാതിര നക്ഷത്രക്കാർക്ക് സാമ്പത്തിക മാർഗം, ധനമാർഗം, വിദ്യാർത്ഥികൾക്ക് പഠിപ്പ്, എല്ലാ വിഷയങ്ങളും പൂർണ്ണമായി ഭവിക്കും എന്നാണ് ഇതിൽ കാണുന്നത്. ഇതിൽ എന്താണ് ഉപാസിക്കേണ്ടത്? സബ്സ്റ്റിറ്റ്യൂട്ട് ഗാർഡുകൾ ഉണ്ട്. ഏത് ഗാർഡുകളിൽ നിങ്ങൾ ഉപാസിച്ചാൽ ഉണ്ടാവുന്ന ഒറ്റ ഹാർമോൺ സെറോട്ടനിൻ. ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കും ബ്രെയിനിൽ വരുന്നത് സെറോട്ടനിൻ. ദൈവം ഇല്ലാത്തവർക്ക് ദൈവം ഇല്ല എന്ന് പറഞ്ഞാൽ അവൻ വളരെ സന്തോഷമാവും. ആ സന്തോഷം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് സെറോട്ടനിൻ. എല്ലാ വേദാന്തങ്ങളും സിദ്ധാന്തങ്ങളും ഉണ്ട്. ഇതിൽ പിന്നിൽ ഒരു റൈറ്റർ ഉണ്ട് എന്ന് ഒരു വിശ്വാസത്തിൽ പറയുമ്പോഴും അവനക്ക് വരുന്നത് ഹാപ്പി. ആ ഹാപ്പി ഉണ്ടാക്കുന്നതും സെറോട്ടനിൻ തന്നെയാണ്. പ്രത്യേകമായ ഒരു ഗോഡ് സ്പോട്ട് നമ്മൾ ബ്രെയിനിൽ ഇല്ല, കുറച്ച് സെറോട്ടനിൻ റിലീസ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഏത് ദേവനെയും നിഷ്കളമായി ഉപാസിച്ചാൽ ആ സെറോട്ടനിൻ ഫങ്ഷൻ കൂടും. ഈ സെറോട്ടനിൻ ആണ് നിങ്ങൾ ജീവിതത്തിൽ എല്ലാ സുഖങ്ങളും ഉണ്ടാക്കി വെക്കുന്നത് എന്ന് ഒരു ന്യൂറോ സയൻസിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ എപ്പോഴും ഹാപ്പിയാണ്. അതുകൊണ്ട് തിരുവാതിര നക്ഷത്രക്കാർ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, രാഹുവിന്റെ അതിദേവത ദുർഗയാണ്. ഓം ഛാതവേ ഏതസേ സുണഭാമ സോമമര ആദിയതോ ഓ നിതഹ ആദിവേ ഏതഹ എന്ന് പറയുന്ന ദുർഗാസൂക്തം. ഈ ദുർഗാസൂക്തം എന്ന് പറയുന്നത്, ഈ ദുർഗാസൂക്തത്തിൽ രാഹുവാണ് പ്രീതിപ്പെടുത്തുക ദുർഗയെ കൊണ്ട്, ലോജിക്കാണ്. അതുകൊണ്ട് ദുർഗാസൂക്ത മന്ത്രം ഏതെങ്കിലും ക്ഷേത്രത്തിലെടുത്ത് നമ്പൂരിയെ കൊണ്ട് 336 336 വീതം 12 തിരുവാതിര നക്ഷത്രത്തിൽ ജാതവേദസെ ദുർഗാസൂക്തം ചൊല്ലി ആ ഹോമത്തിന് അടുത്തിരിക്കണം. അപ്പോഴാണ് ഓക്സിഡേഷൻ കറക്റ്റ് ചെയ്യുക. ഓക്സിഡേഷൻ കറക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ബോഡിയിൽ അലൈൻമെന്റ് താനേ നടക്കും, യാതൊരു സംശയമില്ല. ഈ ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യുക. മാർച്ച് 25 തിങ്കളാഴ്ച വാസിയോഗം നിങ്ങൾക്ക് ബ്രെയിനിൽ എപ്പോഴും സെറോട്ടനിൻ ഉണ്ടാക്കി കൊടുക്കാൻ ഒരു ഗുണം. പക്ഷേ സെറോട്ടനിൻ അധികമായാൽ ചില ന്യൂറോ ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾ വരുന്നുണ്ട്. ന്യൂറോ സയൻസിന് പുതിയ അപ്ഡേറ്റ് അമേരിക്കയിലുണ്ട്. അതുകൊണ്ട് നമുക്ക് അത് ബാധിക്കാത്ത രീതിയിൽ ആണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സെറോട്ടനിൻ കൂടിയാലും നിങ്ങളുടെ ന്യൂറോൺസ് ഡാമേജ് ആവാത്ത രീതിയിൽ കുറച്ച് ടെക്നിക്കുകളും ഞാൻ ഇവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് വാസയോഗത്തിൽ എല്ലാവരും എത്തിപ്പെടുക. ഒരു രുദ്രാക്ഷം സൗജന്യമായിട്ടാണ് കൊടുക്കേണ്ടത്. അതിൽ അന്നദാന കാര്യങ്ങളൊക്കെ ഉണ്ട്. പയ്യെ അതിൻ്റെ ബാക്കിൽ ഈ വീടിൻ്റെ അവസാനം വരും. എല്ലാവരും എത്തിച്ചേർക്കുക. ഒന്നായി മുന്നോട്ട് പോവാം. നല്ല നമസ്കാരം.